ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ എന്താണ് ചാർജ്? സീസൺ ആയതുകൊണ്ടായിരിക്കും. ഇത്രയും പൈസ ആവുമ്പോ എങ്ങനെ അവിടം വരെ പോയിട്ട് വരാൻ? അമ്മായി എങ്ങോട്ടുള്ള ടിക്കറ്റാ നോക്കുന്നേ? അല്ലേ, ഗൾഫ് വരെ ഒന്ന് പോണം. എന്റെ കെട്ടൂരെ കണ്ടിട്ട് കുറെ നാളായേ. എനിക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റൂല. അതെന്ത് വർത്താനം അമ്മായി പറഞ്ഞേ? ഞങ്ങൾ പിരിഞ്ഞിരുന്നല്ലോ, സാഹചര്യം അങ്ങനെ ആയി പോയതല്ലേ. എന്നാലും ഞങ്ങൾക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒന്നും വർക്കാവില്ലെന്നേ. മിസ് ചെയ്യുന്നോ? കുറച്ചധികം. മാമൻ ഇപ്പൊ പോയിട്ട് എത്ര നാളായി കാണും? പോയിട്ട് ഇപ്പം 1 വർഷം ആവുന്നു. അമ്മായി ടിക്കറ്റ് നോക്കും, നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും വേണ്ടെന്നേ, ഞാൻ നോക്കിക്കോളാം. സിദ്ധുവേ, ഓ കോഫി. അതിന് ഞാൻ കോഫി ചോദിച്ചില്ലല്ലോ. ഞാൻ വെറുതെ എടുത്തതാ, കുടിച്ചു. സിദ്ധുവിന് മാത്രമേ കോഫി ഉള്ളൂ? അയ്യോ, അമ്മായി ഇവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ല. അതല്ലെങ്കിലും ഓർക്കൂലല്ലോ. ഇപ്പൊ സിദ്ധു വന്നതിന് ശേഷം നമ്മളെ തീരെ പരിഗണനയില്ല. അമ്മായേ, നമുക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പിന്നെ ഡിസ്കസ് ചെയ്താൽ മതിയോ? മതി. അല്ല, നിനക്ക് സിദ്ധുവിന്റെ അടുത്ത് എന്തെങ്കിലും പറയണോ? ഞാൻ പോണോ? അമ്മായി എന്തിനാ പോകുന്ന? അമ്മായി എവിടെ ഇരി? ഉറപ്പല്ലേ? അല്ല, നിന്റെ ഈ നിപ്പൊക്കെ കണ്ടപ്പം എന്തോ സിദ്ധുവിന്റെ അടുത്ത് പറയാനുള്ള പോലെ തോന്നി. അത് സിദ്ധു, എന്തല്ലേ ചൂസേ? ഞാനേ ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. അയ്യേ, ഇത് പറയാനാണ് എങ്ങനെ കുടുങ്ങി കുടുങ്ങി നിക്കണേ. അമ്മായി, അമ്മായി പൊക്കോ കേട്ടോ. ഇനി ഞാൻ പോവില്ല. നേരത്തെ ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നിനക്ക് എന്തായിരുന്നു? ഇനി ഞാൻ പോവില്ല. എനിക്ക് സിദ്ധുവിന്റെ അടുത്ത് കുറച്ച് പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് അമ്മായി പോ. എന്താ സിദ്ധു, നമ്മളെ കഴിഞ്ഞ ആഴ്ച ഷോപ്പിങ്ങിന് പോയപ്പോഴേ ഞാനൊരു ഡ്രസ്സ് നോക്കി വെച്ചില്ലായിരുന്നു. അന്ന് അവര് പറഞ്ഞു അതിന്റെ സൈസ് അവൈലബിൾ അല്ലാന്ന്. റീസ്റ്റോക്ക് വരുമ്പോ പറയാന്നൊക്കെ പറഞ്ഞില്ലേ? അതെ. അല്ല, അതിന് പകരം ലെച്ചൂസ് അന്ന് ഒരെണ്ണം വാങ്ങിയായിരുന്നല്ലോ ഡ്രസ്. വാങ്ങിയായിരുന്നു. ഇന്ന് കടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, സൈസ് അവര് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ്. സിദ്ധു വരണം എന്നില്ല, ഞാനും അമ്മായും കൂടെ പെട്ടെന്ന് പോയി മേടിച്ചിട്ട് ഒന്നും എടുത്ത് വെക്കുവോ? എന്തോ പറഞ്ഞേ? അല്ല, സിദ്ധു വരണം എന്നില്ല, ഞാനും അമ്മായും കൂടെ പെട്ടെന്ന് പോയി മേടിച്ചിട്ട് ഓടി തിരിച്ചു വരാൻ. ഇതാണ് ലെച്ചൂസിന്റെ കുഴപ്പം. എന്ത് കുഴപ്പം? ഞാനന്ന് ലെച്ചൂസിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, സൈസ് വരുമ്പോ നമുക്ക് പിന്നെ വന്ന് എടുക്കാന്ന്. അപ്പൊ ലെച്ചൂസിന് നിർബന്ധം അന്ന് തന്നെ ഡ്രസ് എടുത്തേ പറ്റത്തുള്ളൂ. എന്നിട്ട് വേറെ എടുത്തില്ലേ? ഇപ്പൊ സൈസ് വന്നല്ലോ. അതിന് അപ്പൊ ഇനിയിപ്പോ പോയി മേടിച്ചിട്ട് വരാലോ. വേണ്ട ലെച്ചൂസ, വേണ്ട. വേണ്ടെന്നാ? എന്താ സിദ്ധു? എന്റെ ലെച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എപ്പോഴും എന്തിനും ഇങ്ങനെ ഡ്രസ്സ് മേടിക്കണേ? ഇത് ഇട്ടോണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? നീ ഇല്ലല്ലോ, വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുക. ഇട്ടോണ്ട് പോകാൻ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകണം, അതില്ലല്ലോ. എന്താണല്ലോ ഇപ്പൊ വാങ്ങണ്ട. എന്തോ സിദ്ധു, സിദ്ധു പ്ലീസ്, സിദ്ധു പ്ലീസ്, സിദ്ധു സിദ്ധു ലാസ്റ്റ് ഇനി എനിക്ക് ക്രിസ്മസിന് മേടിച്ചു തന്നാ മതി. ക്രിസ്മസിനാ? ക്രിസ്മസ് ഇപ്പൊ അടുത്ത ആഴ്ച ആവത്തില്ലേ? അതിന് ഇനി 7 ദിവസം ഉണ്ടല്ലോ, അന്നേരം മതി. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വിഷുവിന് എടുക്കാം. വിഷുവിനാ? വിഷുവൊക്കെ ഇനി എന്നാവാനാ? കൊറേ ദിവസം ഉണ്ട്. എന്തോ സിദ്ധു, സിദ്ധു പ്ലീസ് സിദ്ധു. ഇല്ല, എല്ലാ ആഴ്ചയും ഇങ്ങനെ ഡ്രസ്സ് മേടിക്കാൻ കാശ് കളയാൻ പറ്റത്തില്ല. അതിന് കാശ് കളയുന്നില്ലല്ലോ, നമ്മൾ ഡ്രസ്സ് മേടിക്കുന്നില്ല. നടക്കത്തില്ല ലെച്ചൂസേ, നടക്കത്തില്ല. സിദ്ധു പ്ലീസ്, സിദ്ധു ലാസ്റ്റ് ഞാൻ ചോദിക്കത്തില്ല, അമ്മയാണ് സത്യം, ഞാൻ ചോദിക്കില്ല. വെയിറ്റ് ചെയ്ത് മേടിച്ചാ മതിയായിരുന്നു. സിദ്ധു, സിദ്ധു. ലെച്ചു ഇട്ട കാപ്പി നല്ല വാട്ട കാപ്പി. വാട്ടക്കാപ്പി ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുടിക്കണ എന്തിനാ? ഇത് കലക്കിക്കൊണ്ട് കൊടുത്തോണ്ടായിരിക്കും സിദ്ധു നീ പറഞ്ഞത് കേൾക്കാത്തത്. അല്ല, ഞാൻ പറഞ്ഞ സിദ്ധു വീട്ടിലൊന്നും അമ്മയ്ക്ക് അതിന് മനസ്സിലായി. അല്ല, ഈ പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഇത് ചെന്നപ്പോഴേ കാര്യം മനസ്സിലായി. ഡേയ് ഇങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് റെഡിയാവ്. എന്തിന്? നമുക്ക് പുറത്തോണ്ടേ? ഞാൻ ഒന്നുമില്ല, അമ്മായി പോയിട്ട്. അതെന്താ അങ്ങനെ? റെഡിയാവിടെ, പോയിട്ട് വരാം. ഞാനല്ല, അമ്മായി പോകും. എന്തോ ലച്ചു, എന്ത് പറ്റി? സിദ്ധുവിനെ ആട്ടി വിട്ട്. കാര്യം തോന്നു? അത് കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴേ ഞാനൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതിൻ്റെ സൈസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാനത് എടുത്തില്ല.
അപ്പൊ സിദ്ധു എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യ്, നമുക്ക് സൈസ് വരുമ്പോ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട സിദ്ധു, എനിക്കത് വേണ്ട, കുഴപ്പമില്ല, എനിക്ക് അതിന് പകരം വേറെ ഡ്രസ്സ് ഇപ്പം എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇന്നിപ്പം ആ കടയിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ആ സൈസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ആ ഡ്രസ്സ് എടുക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ നാട്ടി വിട്ടു. സിദ്ധുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ എടേ, നിന്റെ അടുത്ത് അവൻ പറഞ്ഞ കുറച്ച് വെയിറ്റ് ആ ഡ്രസ്സ് എടുത്തു തരാന്ന്. അപ്പൊ നീ വേറെ ഡ്രസ്സ് എടുത്തില്ലേ? അപ്പൊ അവന്റെ ഭാഗത്തല്ലേ ന്യായം? അപ്പൊ അവന് സപ്പോർട്ട് ചെയ്യണം. ഓ ഇനിയിപ്പോൾ എല്ലാ സപ്പോർട്ടും സിദ്ധുവിനെ അങ്ങ് കൊടുത്തോ? ന്യായമുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞ ഫുൾ സപ്പോർട്ട് ഇനിയിപ്പോൾ സിദ്ധുവിനെ ആയിക്കോട്ടെ. ആ കൊടുത്ത് നീ നിനക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാൻ പൈസ തരാം. നീ വാ, നമുക്ക് പുറത്തു പോയിട്ട് വരാം. എനിക്ക് പുറത്തൊന്നും പോണ്ട, അമ്മായി കൊടുക്കും. പക്ഷേ വാടേ. വേണ്ട അമ്മായി, ഞാൻ പൈസ തരാന്ന്. വേണ്ടെന്ന് ലച്ചു. എന്താ പറ്റി? എന്താ ലച്ചു ഇങ്ങനെ നിൽക്കുന്നേ? അത് സിദ്ധു ലച്ചുവിനെ വഴക്ക് പറഞ്ഞു. വഴക്കായിട്ട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ആട്ടി വിട്ട്. ആ അത് ലച്ചു വായി തോന്നി വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു കാണും. ലിച്ചു എന്നെ വിഷയം സൊല്ലുമാ. ചേച്ചി, വിഷയം വേറൊന്നും ഇല്ല. ഇവള് നേരത്തെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പം ഒരു ഡ്രസ്സ് ഇവക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ അതിന്റെ സൈസ് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ സിദ്ധു പറഞ്ഞ് നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, നമുക്കത് പിന്നെ എടുക്കാന്ന്. ഇപ്പൊ ഇവള് പറഞ്ഞു അത് വേണ്ട, എനിക്ക് വേറെ ഡ്രസ്സ് മേടിച്ചു തന്നാൽ മതിയെന്ന്. ഇപ്പൊ ആ ഡ്രസ്സിന്റെ സൈസ് ആ കടയിൽ വന്ന്, അപ്പൊ ഇപ്പൊ അവക്ക് ആ ഡ്രസ്സ് വേണം. അത് സിദ്ധുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പം സിദ്ധുവിന്റെ നല്ല ആട്ട് കിട്ടി. ആ അതാവൻ പറഞ്ഞതും കാര്യമില്ലയോ? ചേട്ടാ ഇതൊന്നൊരു കഷ്ടമാണത്. മനുഷ്യനൊരു ആഗ്രഹം തോന്നിയപ്പോ അതങ്ങ് പറഞ്ഞ് ആ പറഞ്ഞ സാധനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമല്ലേ. ആ ആഗ്രഹങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഉങ്ങൾക്ക് ഇതെല്ലാം എപ്പടി தெரியும்? ആ അത് അയൽക്കൂട്ടത്തിലെ സരള പറഞ്ഞു തന്നതാ. പണ്ടേ നിങ്ങളുടെ അപ്പൂപ്പനും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ശ്രീബുദ്ധന്മാരിയാ? അല്ല പിന്നെ കേട്ടോ ഗൗരിയെ, പണ്ടേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ തോന്നും. ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനോട് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും നടക്കില്ല. ഞാൻ കല്യാണം കഴിച്ച് ചെന്നതല്ലേ ഉള്ളൂ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര സങ്കടമായി, കരച്ചിലായി. ഞാൻ എവിടെയെങ്കിലും മാറിയിരുന്ന കാര്യം. പിന്നാണ് എനിക്ക് ഐഡിയ മനസ്സിലായത്. എന്താ ഐഡിയ? നിന്ന് നാടൻ കുടുങ്ങാതെ താൻ ഐഡിയ പറ ഭവാനി. ഭവാനിന്നോ? അമ്മൂമ്മ ഐഡിയ പറ. അപ്പൂപ്പനോടെ ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പം അപ്പൂപ്പൻ ഒറ്റയടിക്ക് പറയും നടക്കത്തില്ല എന്ന്. എനിക്കത് കേൾക്കേണ്ട താമസമുള്ളേ. ഞാൻ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കും. എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാവേ. എൻ്റെ വഴക്ക് കേട്ട് സഹിക്കാൻ വയ്യാതെ വരുമ്പം അപ്പൂപ്പൻ ഇങ്ങോട്ട് വരും. വന്നിട്ട് എന്നെ എന്തെങ്കിലും ഒരു വഴക്ക് പറയും. ആ വഴക്കും കേട്ടോണ്ട് പടവലത്തെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നു മോങ്ങും. ഈ മോങ്ങലും കണ്ടോണ്ട് അപ്പൂപ്പൻ കയറി വരും. അപ്പൂപ്പൻ കണ്ടു എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആ മോങ്ങൽ ഏങ്ങലാക്കും. എന്നുവെച്ചാൽ കരച്ചിലിൻ്റെ ഡോസ് കൂട്ടുവന്ന്. ഇത് കാണുമ്പം അപ്പൂപ്പന് വിഷമാവും. അപ്പോൾ അപ്പൂപ്പൻ എന്ത് ചെയ്യും? പോയി എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. ആ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനം ഞാൻ ആദ്യം ആഗ്രഹിച്ച സാധനമായിരിക്കും. ചോനാത്തല ഭവാനിയുടെ ബുദ്ധി വിമാനം തന്നെ. ലച്ചുവേ, അമ്മ പറഞ്ഞാലും ചെറുതായിട്ട് കാര്യമുണ്ട് കേട്ടോ. ഈ ഐഡിയ ആണ് പാറുവും കല്ലും നമ്മളടുത്ത് പ്രയോഗിക്കണം. അതെങ്ങനെ മനസ്സിലായില്ലേ? എടേ, ഇപ്പൊ കല്ല് ഒരു മിഠായി കഴിച്ചു കഴിഞ്ഞ് പിന്നെയും മിഠായി വേണമെന്ന് പറയുമ്പം നീ വഴക്ക് പറയോ? പറയും. പിന്നെ അവള് കിടന്ന് വാശി പിടിക്കുമ്പം നീ ഈർക്കിലെടുത്ത് ഒരു അടി കൊടുക്കോ? ചെറുതോറം കൊടുക്കും. അത് കിട്ടിക്കൊണ്ട് അവൾ ഒരു സൈഡിൽ പോയിരുന്ന് കരയോ? കരയും. അത് കാണുമ്പോ നിനക്ക് വിഷമം വരുവോ? അപ്പൊ നീ അവക്കൊരു മിഠായും കൂടെ മേടിച്ച് കൊടുക്കോ? കൊടുക്കും. ഇതേ ഐഡിയ അല്ലേ പാറു നമ്മളടുത്ത് ഇറക്കണം. അപ്പൊ ഇത് തന്നെ നീ സജുവിന്റെ അടുത്ത് കാണിച്ച പോരെ? എന്റെ ലച്ചുവേ, ഈ ഒന്നും രണ്ടും പറഞ്ഞ് സിദ്ധുവിന്റെ അടുത്ത് വഴക്കിടണം. വഴക്ക് മൂത്ത് വരുമ്പം സിദ്ധു നിനക്കൊരു അടി തരും. എന്നെങ്ങാനും തൊട്ടണ്ടല്ലോ, അവൻ വിവരം അറിയുമല്ലോ. പിന്നെ അടി എന്റെ സ്വഭാവം അറിയാൻ പാടാത്തോണ്ടാ. ഇങ്ങോട്ട് കേട്ട് തിരിച്ചു കൊടുക്കും. നീ വയലന്റ് ആവാതെ. അവ ഒരു അടി തന്നാ അത് നീ തലോടലായിട്ട് കാണണം. വയലൻസ് ഈസ് വയലൻസ് അമ്മായി. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും കൊടുക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാ അടി വേണ്ട,
നിനക്ക് വഴക്കിടാലോ. ഇനിയിപ്പം വഴക്ക് മൂത്ത് സിദ്ധു ഒരു അടി തന്നെന്ന് വച്ചോ, എന്നാ നീ അത് ബോണസ് ആയിട്ട് കാണണം. നിന്നെ അടിച്ച സിദ്ധുവിന് എന്തായാലും വിഷമം വരും. അപ്പൊ ആ വിഷമം മാറ്റാൻ വേണ്ടി അവൻ 1 അല്ല 9 ഡ്രസ്സ് നിനക്ക് എടുത്തു തരും. അമ്മയുടെ ഐഡിയ കൊണ്ട് പടിയായിക്ക് പോ. ഈ ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ല. ചെല്ലി അമ്മേരെ കാര്യം നോക്കടേ, അമ്മ കിടിലൻ ബുദ്ധിയിൽ ഉപയോഗിച്ചത്. എന്തായാലും എനിക്ക് ഈ ബുദ്ധിയൊന്നും വേണ്ട. അല്ല, മാമന്റെ കയ്യിൽ നിന്ന് കുറെ ബോണസ് കിട്ടിയ പോലെ ഉണ്ടല്ലോ, ഭയങ്കര എക്സ്പീരിയൻസോടൊക്കെ സംസാരിക്കുന്നേ. അല്ല ഇനി ശ്രീ എന്നെ അടിക്കുമ്പോ ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കും. താൻ ചെല്ല്, പോ. വേണമെങ്കിൽ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. വേണ്ടെന്നേ, ഉപയോഗിക്കണ്ട, പോ. വേണ്ടല്ലേ? വേണ്ട. ഈ ഐഡിയ പയറ്റി നോക്കിയ സക്സസ് ആവേണ്ടതാണ്. പക്ഷേ ഒരടി ചോദിച്ചു മേടിക്കണോ? മേടിക്കല്ലേ? എന്റെ എടാ, ഞാൻ പറയുന്നു നീ മനസ്സിലാക്ക്. അതല്ലടിയാ, ഞാനിപ്പോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എടാ, ഞങ്ങൾക്കിടയിലുള്ള ഇഷ്യൂസ് നിനക്ക് അറിയാവുന്നതല്ലേ. കോളേജിൽ പണ്ട് എന്തോരം വള്ളി പിടിച്ചതാ. എനിക്കിനി വള്ളി ഒന്നും പിടിക്കാൻ വയ്യളിയാ. തിരക്കാണോ? ഇല്ലടാ, അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ അങ്ങോട്ട് വരുന്നില്ല. അവനെ ഇപ്പൊ കണ്ടു. ഫോണില് എങ്ങനെ? അല്ല, ഞാനൊരു കാര്യം ചെയ്യുന്ന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനേ അവനൊരു മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചിട്ട് അവൻ എങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു ഞാനത് നോക്കട്ടെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്കത് സോൾവ് ചെയ്യാലോ. ആണോ? എടാ, പിന്നെ അവളെ സുഖമായിട്ടിരിക്കുന്നോ? ഏതാവള്? ആഹാ, ബാംഗ്ലൂര് ന്യൂ ഇയർ ചിലപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂര് ഒരു പ്ലാനിങ്ങും ഇല്ല. ന്യൂ ഇയർ നമ്മൾ ഒരുമിച്ച്. ആ, എന്നിട്ട് അപ്പൊ എന്താ നിന്റെ ന്യൂ ഇയർ പരിപാടീസ് ഒക്കെ? ഞാൻ പറഞ്ഞില്ല, ന്യൂ ഇയർ പരിപാടീസ് നമ്മുടെയാണ്. ആ, പാർട്ടി പൊട്ടാനുള്ള പരിപാടിയല്ലേ? പിന്നെ ക്രിസ്മസ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണോടാ. സിദ്ധു, നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. ഞാൻ വിളിക്കാടാ, ഇപ്പൊ വിളിക്കാവേ. എന്താ? അതാ ഞാൻ അങ്ങോട്ടും ചോദിച്ചേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്കത് ഒരുമിച്ച് സോൾവ് ചെയ്യാം. അല്ല, ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ലെറ്റേഴ്സ് കാണുന്നില്ലായിരുന്നോ? പിന്നെ എന്തിനാ ഇടയ്ക്ക് കണകുണാന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നേ? കണകുണാന്നാ? അതെന്താ നീ അങ്ങനത്തെ ഒരു സംസാരിക്കണേ? ലച്ചു, ഈ കാണിക്കുന്നത് വളരെ മോശം കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? അത്രേ ഞാൻ ചോദിച്ചുള്ളൂ. ഓഹോ, ഇപ്പൊ ലെച്ചൂസ് കാണിക്കുന്നത് മൊത്തം മോശം പരിപാടി അല്ലേ? അപ്പൊ താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്നാ? ലച്ചു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത്, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തത് മോശമായി പോയെന്നേ ഉള്ളൂ. അതന്നെ ഞാനും ഉദ്ദേശിച്ചത്. മോശമെന്ന് പറഞ്ഞത് നീ എന്റെ ക്യാരക്ടറിനെ ഉദ്ദേശിച്ചല്ലോ നീ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എടുക്കുവാണെങ്കിൽ അങ്ങനെ വിചാരിച്ചു. ഓഹോ, അങ്ങനെ വിചാരിച്ചോന്ന്? അപ്പൊ നീ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? എന്താ നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ? നിനക്ക് എന്നെ തല്ലണോ? നീ തല്ലടാ, എന്നാ നീ തല്ല്. നീ തല്ലിട്ട് പോയോ? നീ തല്ലടാ. നീ എനിക്ക് തല്ലാൻ തോന്നുന്നില്ല. നോട്ടി കേട്ടോ. എന്താ തിരിച്ച് ചൂടാവാന്? വരാൻ വഴിയില്ലല്ലോ. അപ്പൊ മോൻ പറഞ്ഞു വരുന്നത് യാത്രയൊക്കെ പോണോന്നാ? പിന്നല്ലാണ്ട് ഏത് സമയം ഈ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? യാത്രകളൊക്കെ പോയാൽ ഒരു പവർ ഉള്ളൂ. അമ്മമ്മയ്ക്ക് എങ്ങോട്ടൊക്കെ പോകാനാണ് താല്പര്യം? പറ, കേക്കട്ടെ. താല്പര്യം എന്ന് പറഞ്ഞാ എനിക്ക് ഗുരുവായൂർ പോണം, പറശ്ശിനിക്കടയിൽ പോണം, മൂകാംബിയെ പോണം, തിരുപ്പതി പോണം, പളനി പോണം. അമ്മമ്മ ഭക്തിമാർഗം അല്ലേ? പിന്നല്ലാതെ. ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ? ഈ ഭക്തി ഒരു ലിമിറ്റിലൊക്കെ പോരെ? വേറെ സ്ഥലങ്ങൾ പറ. വേറെ സ്ഥലങ്ങളെന്ന് പറയുമ്പം കാശി, ഋഷികേശ്. ഇതും ഭക്തി തന്നെ അല്ലേ അമ്മമ്മ? ഭക്തിയും വേണ്ടായോ നമുക്ക്? ഭക്തി വേണം, ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി വരെ പോരെ. ശരി, അമ്മമ്മ അവിടെ വെയിറ്റ് ചെയ്യും. കനകാൻറ്റി പറ. எனக்கு மதுரைக்கு போனோம். മധുര? மதுரையில போனா அங்க இல்லைன்னா இங்க, அவ்வளவுதான். അങ്ങേ അല്ലെങ്കിൽ ഇങ്ങ അല്ലെങ്കിൽ അങ്ങേ, അത് മതി. അല്ലെങ്കിൽ പിന്നെ അമ്മമ്മക്ക് ഞാൻ വേറൊരു പ്ലാൻ പറഞ്ഞുതരാം. വേറെന്ത് പ്ലാൻ? തന്റെ പ്ലാനിങ് ഒക്കെ എനിക്ക് അറിയാലോ. ഇന്നത്തോടെ തീർത്തരല്ല.
എന്തായത്? ഇത് ലച്ചൂസിന്റെ ഫോൺ. ഡിസ്പ്ലേയിൽ എന്താണ്? ലച്ചൂസിന്റെ ഫോണിലെ ഡിസ്പ്ലേ ഇല്ലാത്ത എന്താന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അറിയാം? അല്ലേ? വൈഷ്ണവിനെ അറിയോ? വൈഷ്ണവി അതാര്? വൈഷ്ണവി വി. വൈഷ്ണവി വി. ആ വൈഷ്ണവി വി എന്റെ ക്ലാസ്മേറ്റ്, എന്റെ കൂടെ പഠിച്ച. എന്താ എന്ത് പറ്റി അവക്ക്? അമ്മൂമ്മ കേൾക്കണം അമ്മമ്മേ. വൈഷ്ണവി എന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോയുടെ താഴെ ലവ് ചിഹ്നം ഇമോജി കമന്റ് ഇട്ടേക്കുന്നു. എന്തൊക്കെ നിനക്കിതൊക്കെ നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ പൊന്നിൽ ലച്ചു, നമ്മൾ അങ്ങോട്ട് കമന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കമന്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. ആണല്ലേ? എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും ഒരു തംസപ്പ് നിന്റെ കമന്റ്. അവക്ക് ലവ് ചിഹ്നവും എനിക്ക് തംസപ്പും അല്ലേ? അതെന്താ? ലച്ചു, ഈ പ്രശ്നം ഞാൻ ഇപ്പൊ പരിഹരിക്കട്ടെ. ഞാൻ ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഓ, ഡിലീറ്റ് ചെയ്തേക്കാവുന്ന് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്തേക്കാവുന്ന്. അല്ലെങ്കിലും സ്ഥിരം ഉള്ളതാണ് കണ്ണി കണ്ട പെമ്പിളാരുടെ ഫോട്ടോയുടെ താഴെയൊക്കെ കമന്റ് ഇടുന്ന പരിപാടി. ലച്ചു, എന്താ നിന്റെ പ്രശ്നം? ആ ദേഷ്യം വന്ന് എന്നടാ തല്ലടാ. ദേ ഇവിടെ തല്ല് നിന്റെ ദേഷ്യം തീർക്ക്. തല്ല്. അമ്മമ്മേ, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കും, ഇവക്ക് വയ്യേ? വയ്യാന്ന് തോന്നുന്നു മോനെ. എന്റെ പൊന്നു ലച്ചു, എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ ഇനി ഒരു പെമ്പിള്ളാരുടെ ഫോട്ടോയുടെ അടിയിൽ പോയിട്ട് കമന്റോ ലൈക്കോ ഇടാൻ പോകുന്നില്ല. പിന്നെ ലച്ചൂസിന്റെ തമ്പ് ഞാൻ മാറ്റിയിട്ടേ ഒരു വലിയ ലൗച്ചിനെ ഞാൻ ഇട്ടേക്കാവേ കമന്റ് ആയിട്ട്. ഓക്കെ ഓക്കെ പോടാ. എന്താ പരിപാടിയാ? വഴക്കിടുമ്പോ തിരിച്ചും വഴക്കിടുള്ള മര്യാദ കാണിക്കണ്ടേ? என்ன லட்சு இது? எதுக்கு நீ சித்தூட்டு இப்படி எல்லாம் பேசுன? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? എന്റെ ഐഡിയ പരീക്ഷിച്ചതല്ലയോ? പിന്നെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒത്തില്ല. ஐயோ, ഇവരെന്താ തിരിച്ച് വഴക്കുണ്ടാക്കാത്ത? കഷ്ടാണ്. സിദ്ധ, എന്നതാ പറയാതെ അവിടെ പോയതാ? കൊറേ നേരമായല്ലോ പോയിട്ട്. എന്താ അല്ലേ ഒരടിയൊക്കെ കിട്ടാൻ വേണ്ടി ഇത്ര കഷ്ടപ്പാടാ? എന്തായാലും വരട്ടെ. ലച്ചേ, എന്താ നോക്കിക്കൊണ്ടിരിക്കണ? ഒന്നുമില്ല. സിദ്ധുവിനെ നോക്കണാണോ? അല്ല, പിന്നെയും ട്രൈ ചെയ്ത് ചീറ്റിപ്പോയല്ലേ? അവനൊരു പിടി തരുന്നില്ല അമ്മായി. ആ എന്താ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലച്ചു, എനിക്ക് അതിനുള്ള കഴിവില്ല. അമ്മായിക്ക് പിന്നെ ഭയങ്കര കഴിവാണല്ലോ. നീ എന്നെ അടിക്കണ്ട, ചായ അടിച്ചാൽ മതി കേട്ടോ. അമ്മായി നോക്കിക്കോ, അവൻ വരുമ്പോ തന്നെ അവന്റെ വായിന് ചീത്തയും 2 അടിയും കിട്ടാനുള്ള വകുപ്പ് ഞാൻ ഒപ്പിക്കും. ഓഹോ, അടിയുണ്ടോ? ഇതൊന്നും അങ്ങനത്തെ ഒരു സംസാരം. അമ്മായിയല്ല പറഞ്ഞ അടി ബോണസാന്ന്. ശരി, കാണാം. കളിച്ചിട്ട് എന്താ എന്താ വരുന്നുണ്ട് ഞാൻ മേടിയും. അയ്യോ, ഹലോ എങ്ങോട്ടാ? അകത്തേക്ക്. ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? കണ്ടു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരാത്ത എന്താ? ശരി, ഇങ്ങോട്ട് വന്നു. എന്താ ലച്ചു, എന്താ? ഞാൻ തന്റെ ആരാ? വൈഫ് ആണോ? ഇനിയിപ്പൊ അതില് വല്ല സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. ലച്ചൂസിന് വല്ല ഡൗട്ട് ഉണ്ടോ? ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോ ഭാര്യയായ എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചിട്ട് പോകാൻ പാടില്ലേ? ലച്ചു, ഞാനൊന്ന് പുറത്തു പോയി തിരിച്ചു വന്നു. അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താന്നാ? അതാ ഞാൻ ചോദിക്കണേ. ഞാനിവിടെ നിന്റെ ഭാര്യയായിട്ട് ഇരിക്കല്ലേ? ഒരു പണിയില്ലാതിരിക്കുമല്ലോ. ഇഷ്ടംപോലെ പണിയില്ല ഇവിടെ. വെറുതെ ഇരിക്കുക, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. ലച്ചു, നീ രാവിലെ തുടങ്ങി കേട്ടോ, ഇതുവരെ ഓക്കെ ഇല്ല. അമ്മായി, ഇതെന്തോ കാണിക്കുന്നേ? എനിക്കറിഞ്ഞൂടാ എന്റെ സിദ്ധു, എന്തോ ബാധ കേറിയതാണ്. ലച്ചു, അത് വിട്ടുകളാ, പോട്ടെ. അങ്ങനെ ഇപ്പൊ അത് വിട്ട് കളയാൻ പറ്റത്തില്ല. എന്തുവാണോ ഇത്? എന്താ ലച്ചു സിദ്ധുവായിട്ട് വഴക്കുണ്ടാക്കുന്നു. വഴക്കുണ്ടാക്കുന്നോ?
വഴക്ക് ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് സിദ്ധു പുറത്ത് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞില്ല. അതാണ് പ്രശ്നം. സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. പറ, നീ എന്താ പറയാതെ പോവാന്? അമ്മമ്മ, ഞാൻ ഒന്ന് പുറത്തു പോയി തിരിച്ചു വന്നു. അതിനിപ്പോ എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തേ. നിനക്കെന്താടാ വേറെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടോ? അവരെ കാണാൻ പോയതല്ലേടാ നീ? ലച്ചു, എന്താ ലച്ചുന്? എന്താ നിന്റെ കുഴപ്പം? നിന്റെ കുഴപ്പം എന്തുവാ? ആ, ദേഷ്യം വരുന്നുണ്ടല്ലേ? എന്നാ അടിക്ക്, നീ അടിക്കടാ, അടിക്കടാ, അടിക്കടാ. അയ്യോ, എന്താ? അപ്പൊ അടിച്ചില്ലേ? ഇനി ഇവിടെ എന്നാ ശരിയാവത്തില്ല. പോക്കോ പോണേ. നിനക്ക് എന്തോത്തിന്റെ കുഴപ്പമാ? നിനക്ക് എന്തോത്തിന്റെ കുഴപ്പമാന്ന്? നീ ഇന്ന് നേരം വെളുത്തപ്പം മുതൽ തുടങ്ങിയതാ സിദ്ധുനോട് വഴക്കിടാന്. നിനക്ക് മര്യാദക്ക് ഇരുന്നൂടായോ? നിനക്ക് എന്തോ നിനക്ക്? അല്ലേ, നിങ്ങളല്ലേ എന്റെ അടുത്ത് ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നെ. അപ്പൊ അതോ? എന്റെ കൊച്ചെ, അതൊക്കെ പഴയ കഥകൾ പറഞ്ഞല്ലയോ? ആഹാ, അപ്പൊ അതൊക്കെ പഴയ കെട്ടുകഥകളായിരുന്നോ? ഗൗരി, നീ ചുമ്മാതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ കേട്ടോ. അത് ശരി, ഇപ്പൊ ഞാൻ മോശക്കാരി. ഓരോന്നൊക്കെ പറഞ്ഞ ഇടക്കി വിട്ടിട്ട്. അതെ അമ്മമ്മ, ഇവളെ എന്നെങ്കിലും നോർമൽ ആവുകയാണെങ്കിൽ എന്നെ അന്ന് വിളിച്ചാൽ മതി. ഞാൻ അന്ന് തിരിച്ചു വരാം. ലച്ചുസി, ബൈ. അതെങ്ങനെ ശരിയാവും? സിദ്ധു, ലച്ചുസി, എന്നെ തിരിച്ചു വിളിക്കരുത്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. കുറച്ച് പേഴ്സണൽ സ്പേസ് തരാമോ? സിദ്ധു, ലച്ചു, ഇവിടെ വാടി. ഇവിടെ വരാൻ. ഇവിടെ വാ. അവൻ മനസ്സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നോട്ടെ. അവൻ പറഞ്ഞതുപോലെ നീ നോർമലായി എന്ന് എനിക്ക് തോന്നുമ്പം ഞാൻ വിളിച്ചു പറഞ്ഞോളാം. കയ്യിന്ന് പോയി മോളെ. ഞാൻ നോർമൽ അല്ലേ? ആണല്ലോ. വെറുതെ ഓരോ വള്ളി പിടിക്കാൻ വേണ്ടി. ഇനിയിപ്പോ അവൻ വരൂലേ? വരുമായിരിക്കും. ഞാൻ മേടിക്കുന്നു വിചാരിച്ച ചുരിദാറ്. അയ്യോ, അപ്പൊ ഇത് മേടിക്കാനാണ് അവൻ പോയത്? സിദ്ധു, ഗമ പദ നിസ നിധാ പ പദ മഗ രേ ഗ പ പദ മഗ സ നിരി നിരി സ നിരി നിരി സ നിധാ പ ധാ പ മ എന്താ എന്താ? വീണ്ടും വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? എന്താ, എനിക്ക് വഴക്കുണ്ടാക്കാൻ പാടില്ല. വഴക്കുണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിന്റെ ഷോ, അതാണ് പ്രശ്നം. അത് അമ്മുമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ പയറ്റി നോക്കിയതാ. അങ്ങനെ പക്ഷെ വർക്കായില്ലല്ലേ? ആയില്ല.
അപ്പൊ ലച്ചൂസ് എന്നെ വലിപ്പിച്ചതാ. ആണെങ്കിൽ എന്താ, നിനക്ക് ക്ഷമിച്ചൂടെ? ലച്ചൂസ്, ഓ, രാവിലെ മുതൽ എൻ്റെ അടുത്ത് ചോദിച്ചോണ്ട് പുറകെ നടന്ന സാധനം ഇപ്പൊ തരട്ടെ. ഇയാളെന്നെ തല്ലുവോ? ഇയാളെ കൊണ്ടത് പറ്റുമോ? പറ്റത്തില്ല, അതാ പ്രശ്നം. അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയില്ലേ? എനിക്ക് നോക്കല്ലേ സിദ്ധു.